ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമായിരുന്നു. കുഞ്ഞിക്കിളിയുടെ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കീ 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 കരച്ചിൽ കേട്ടുണർന്ന മിനി പുറത്തേക്ക് നോക്കി. ഒരു കുഞ്ഞിക്കിളിയത മഴ കൊണ്ട് നനഞ്ഞു തണുത്തു വിറച്ചിരിക്കുന്നു. മിനി ജനാല തുറന്നു. കുഞ്ഞിക്കിളി പറന്നു വന്ന് ജനൽ കമ്പിയിലിരുന്നു. അവൾ കൈനീട്ടി യാതൊരു മടിയും കൂടാതെ കുഞ്ഞിക്കിളി അവളുടെ കയ്യിൽ പതിയെ കയറിയിരുന്നു. അവൾ പട്ടുതൂവാലയെടുത്ത് പതുക്കെ കിളിയുടെ ദേഹത്തിലെ വെള്ളം ഒപ്പിയെടുത്തു. സ്നേഹത്തോടെ മാറോട് ചേർത്തു. ഏറെ അനുസരണയോടെ കുഞ്ഞിക്കിളി അവളുടെ മാറിൽ പറ്റിയിരുന്നു. ഒരു കിളിയുടെ ദയനീയമായ കരച്ചിലത ഉയർന്നുയർന്നു കേൾക്കുന്നു. വലിയൊരു പക്ഷി. മിനി അത് ശ്രദ്ധിച്ചു. എനിക്കെൻ്റെ അമ്മയെ കാണണം. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. മിനി കുഞ്ഞിക്കിളിയെ ജനൽക്ക് പുറത്തേക്ക് വിട്ടു. അമ്മക്കിളിക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ കണ്ണീരോടെ തൻ്റെ കുഞ്ഞിനെ വാരിപ്പുണർന്നു. അവർ ഒന്നിച്ചു പറന്നു. കുഞ്ഞിക്കിളി സ്നേഹത്തോടെ മിനിയെ തിരിഞ്ഞു നോക്കി. അവർ പറന്നകലുന്നതും നോക്കി അവളങ്ങനെ ജനൽ കമ്പിയിൽ പിടിച്ചു നിന്നു. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ള കഥ വായിച്ചില്ലേ? ചൂടെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. ആരാണ് മഴ നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുന്നത്? അമ്മക്കിളി, മിനി, കുഞ്ഞിക്കിളി, നായ്ക്കുട്ടി. ആരായിരുന്നു? കുഞ്ഞിക്കിളിയായിരുന്നു. ഇനി മിനി കൈ നീട്ടിയപ്പോൾ കുഞ്ഞിക്കിളി എന്തു ചെയ്തു? പേടിച്ചു വിറച്ചു. അവളുടെ കയ്യിലേക്ക് പതിയെ കയറിയിരുന്നു. വാവിട്ടു കരഞ്ഞു. പറന്നുപോയി. എന്താ ചെയ്തത്? അവളുടെ കയ്യിലേക്ക് പതിയെ കയറിയിരുന്നു. 3ാമത്തെ ചോദ്യം, കുഞ്ഞിക്കിളിയെ കയ്യിൽ കിട്ടിയപ്പോൾ മിനി ചെയ്തതെന്ത്? കൂട്ടിലടച്ചു, തോർത്തെടുത്തു, തീറ്റ കൊടുത്തു, തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു. എന്താ ചെയ്തത്? തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു. 4. കുഞ്ഞിക്കിളിയെ തിരിച്ചു കെട്ടിയപ്പോൾ അമ്മക്കിളി സ്നേഹം പ്രകടിപ്പിച്ചതെങ്ങനെ? കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ വാഴിപ്പുണർന്നു. പഴങ്ങൾ നൽകി സ്വീകരിച്ചു. തൻ്റെ പുറത്ത് കയറ്റിയിരുത്തി പാറിയകന്നു. മിനിയെ ദേഷ്യത്തോടെ നോക്കി. എന്താ ചെയ്തത്? കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ പുണരുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ വാരിപ്പുണർന്നു എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് 5ാമത്തേത്, കുഞ്ഞിക്കിളി മിനിയോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയല്ല? മിനിയുടെ കയ്യിൽ പതുക്കെ കയറിയിരുന്നു. അമ്മയെ കാണാമെന്ന് വാശി പിടിച്ചു. അനുസരണയോടെ മാറോട് ചേർന്നിരുന്നു. അമ്മയോടൊപ്പം പറന്നകലുമ്പോൾ തിരിഞ്ഞു നോക്കിയും മാറോട് ചേർന്നിരുന്നു. എങ്ങനെയായിരുന്നു? അമ്മയെ കാണാമെന്ന് വാശി പിടിച്ചു അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 2ാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം എന്ന പ്രവർത്തനമാണ്. വരൂ വരൂ സ്വാഗതം. എവിടെ നിന്നാണ് ഈ ശബ്ദം? കേടുവന്ന മിക്സി ചുറ്റും കണ്ണോടിച്ചു. നോക്കി ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ. മൂലയിലിരുന്ന് ആട്ടുകല്ല് അല്പം പരിഹാസത്തോടെ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട മിക്സി പരിഭവത്തോടെ ആട്ടുകല്ലിനെ നോക്കി. അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പോൾ ആട്ടുകല്ല് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ മിക്സി പറയാണ്, എന്താണ് നിന്നെ ആരും ഇപ്പം മെയിൻ ചെയ്യുന്നില്ല, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നീയും എന്നെ പോലെയാവും, പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടക്കേണ്ടത്. ഇനി പ്രവർത്തനം 3, വരികൾ കൂട്ടിച്ചേർക്കാം. ആകാശവീതിയിൽ നിന്നെന്നെ നോക്കി പുഞ്ചിരിച്ചിടുന്നു പൂന്തിങ്കളെ. താഴെ വന്നെന്നെ തലോടുകില്ലേ? എൻ കൂടെയൊന്ന് കളിക്കുകയില്ലേ? വരികൾ കൂട്ടിച്ചേർത്ത് ഉചിതമായ തലക്കെട്ടും നൽകുക. അപ്പോൾ എന്താണ്? ആകാശവീതികൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് കാണുന്നത് ആകാശത്ത്, അതിനനുസരിച്ചിട്ടാണ് വരികൾ എഴുതേണ്ടത്. ഇനി 4, കളി വിവരണം തയ്യാറാക്കാം. ടീച്ചർ ഞങ്ങൾ കളിച്ചോട്ടെ. ഇപ്പോൾ കളിക്കാനുള്ള പീരീഡാണ്. എന്തു കളിയാണ് കളിക്കാൻ ഇഷ്ടം? ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി. ശരി, ഇഷ്ടമുള്ള കളി കളിച്ചോളൂ. നിങ്ങൾക്കും കളി ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാരും ഒരുപാട് കളിക്കാറുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ചിട്ടുള്ള വിവരണമാണ് എഴുതേണ്ടത്. ഒന്നെങ്കിൽ എന്താണ് സാറ്റ് കളിയെ കുറിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ചിട്ടോ കബഡിയെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് എഴുതാം. ഇനി പ്രവർത്തനം 5, യാത്രാ വിവരണമാണ്. യാത്രകൾ നമുക്ക് ഏറെ ഇഷ്ടമാണ്. ചെറുതും വലുതുമായ എത്ര യാത്രകൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് 5ാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടാവും. സ്കൂളിൽ നിന്നും പഠനയാത്ര പോയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ചിട്ട് എങ്ങനെയാണ് പോയത്, ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവിടെ കണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങളിവിടെ ഈ യാത്രാ വിവരണത്തിൽ എഴുതേണ്ടത്.
അടുത്തത് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ്. ഇവിടെ ഒരു കവിയെ കുറിച്ചിട്ട് തന്നിട്ടുണ്ട്. അച്ഛൻ നീലകണ്ഠ മൂസ്, മാതാവ് നാരായണി അമ്മ. ജനനം 1927 മെയ് 10, തൃശ്ശൂർ ജില്ലയിലെ വല്ലപ്പാടാണ്. കുട്ടികളുടെ പ്രിയ കവിയാണ്. അവാർഡുകളുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ മരണം 2006 മാർച്ച് 26-നാണ്. കുഞ്ഞുണ്ണി മാഷാണ് തന്നിട്ടുള്ളത്. പ്രധാന കൃതികൾ അക്ഷരത്തെറ്റ്, അമൃതകഥകൾ, കുഞ്ഞുണ്ണി കവിതകൾ, കുറിപ്പെൻസിൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുഞ്ഞുണ്ണി മാഷാണ്, അപ്പോൾ കുഞ്ഞുണ്ണി മാഷി എന്ന് കൊടുക്കുക. എന്നിട്ട് എഴുതേണ്ടത് എന്താണ്? 1927 മെയ് 10 തൃശ്ശൂർ ജില്ലയിലെ വല്ലപ്പാട് ജനിച്ചു. അച്ഛൻ നീലകണ്ഠ മൂസും അമ്മ നാരായണി അമ്മയുമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട കവിയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷരത്തെറ്റ്, അമൃത കഥകൾ, കുഞ്ഞുണ്ണി കവിതകൾ, കുറിപ്പെൻസിൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 2006 മാർച്ച് 26-ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പം സെൻറ്റൻസ് ആക്കി എഴുതാനുള്ള കഴിവുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല സ്കോർ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ അടുത്ത എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ റെഫർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ എല്ലാത്തിലും കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.